നമസ്കാരം. ബയോസ്കോപ്പ് 20ലേക്ക് സ്വാഗതം. ഇന്ന് ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനെ കുറിച്ച് തന്നെയാണ്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൻ്റെ ക്ലാസിഫിക്കേഷൻ. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനെ അവയുടെ പൊസിഷൻ അനുസരിച്ച് എങ്ങനെയെല്ലാം ക്ലാസിഫൈ ചെയ്യാമെന്ന് നോക്കാം. ഈ ചിത്രം നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. 3 തരം മെരിസ്റ്റമാണ് അവിടെ പൊസിഷൻ അനുസരിച്ച് നമുക്ക് പറയാൻ കഴിയുന്നത്. ഫസ്റ്റ് വൺ എപ്പിക്കൽ മെരിസ്റ്റം. എപ്പിക്കൽ മെരിസ്റ്റം എവിടെയാണ് കാണുന്നത്? ഷൂട്ടിൻ്റെ ടിപ്പിൽ ഏറ്റവും മുകളിലായിട്ട്. ഷൂട്ടിൽ മാത്രമാണോ? അല്ല, അല്ലേ? സ്റ്റെമ്മിൻ്റെ ടിപ്പിൽ മാത്രമല്ല, റൂട്ടിൻ്റെ എൻഡിലും എന്ത് ചെയ്യാം? എപ്പിക്കൽ മെരിസ്റ്റം കാണുന്നുണ്ട്. അപ്പോൾ എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്നത് സ്റ്റെമ്മിൻ്റെയും റൂട്ടിൻ്റെയും ടിപ്പിൽ. അടുത്തതാണ് ഇൻ്റർകാലറി മെരിസ്റ്റം. ഇൻ്റർകാലറി മെരിസ്റ്റം എന്ന് പറയുന്നത് ലീഫിൻ്റെ ബേസിൽ കാണാൻ പറ്റുന്ന, അതായത് ലീഫ് സ്റ്റെമ്മുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നില്ലേ, ആ ലീഫിൻ്റെ ബേസിൽ അല്ലെങ്കിൽ നോഡൽ റീജിയൻ ഓർ ഇൻ്റർ നോഡൽ റീജിയൻ, നോഡുകൾക്കിടയിലുള്ള റീജിയൻ, അല്ലേ? അവിടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഇൻ്റർകാലറി മെരിസ്റ്റം കാണുന്നത്. ഓക്കെ, അടുത്തതാണ് ലാറ്ററൽ മെരിസ്റ്റം. ലാറ്ററൽ മെരിസ്റ്റം സ്റ്റെമ്മിൽ തന്നെയാണ് കാണുന്നത്. സ്റ്റെമ്മിൻ്റെ 2 സൈഡിലും കാണുന്നുണ്ട്. ഇവ സ്റ്റെമ്മിൻ്റെ ഗ്രിത്ത് ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ വണ്ണം വയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ലാറ്ററൽ മെരിസ്റ്റം. ആ ആരോസ് ഇട്ടിരിക്കുന്നത് നോക്കിയാൽ അറിയാം. ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറയുമ്പോൾ സ്റ്റെമ്മിൻ്റെ 2 സൈഡിലേക്കുമുള്ള വണ്ണം അല്ലെങ്കിൽ ഗ്രിത്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി എപ്പിക്കൽ മെരിസ്റ്റം ആണെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റൂട്ടിൻ്റെയും ഷൂട്ടിൻ്റെയും ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഇൻ്റർകാലറി മെരിസ്റ്റം ആണെങ്കിൽ ഇൻ്റർനോഡൽ റീജിയൻ്റെ ഗ്രോത്തിന്, അതായത് സ്റ്റെമ്മിൻ്റെ ലെങ്ത് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കിതെല്ലാം നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് മെരിസ്റ്റം ബേസ്ഡ് ഓൺ പൊസിഷൻ, അതായത് അവയുടെ പൊസിഷൻ അനുസരിച്ച് അല്ലെങ്കിൽ സ്ഥലത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? മെരിസ്റ്റത്തെ 3 ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ എപ്പിക്കൽ മെരിസ്റ്റം. അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് റൂട്ടിൻ്റെയും ഷൂട്ടിൻ്റെയും ടിപ്സിലാണ്. ഇത് പ്ലാന്റിൻ്റെ പ്രൈമറി ഗ്രോത്തിനാണ് ഹെൽപ്പ് ചെയ്യുക. അതായത് ഏറ്റവും ഇനിഷ്യലായിട്ടുള്ള പ്ലാന്റിൽ അതിൽ റൂട്ടിൻ്റെയും ഷൂട്ടിൻ്റെയും ഗ്രോത്തിനെയാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. പ്ലാന്റിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്ലാന്റ് നീളം വയ്ക്കുന്നതിനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എപ്പിക്കൽ മെരിസ്റ്റം പ്രൈമറി ടിഷ്യൂസ് ആയിട്ടുള്ള എപ്പിഡെർമിസ്, കോർട്ടെക്സ്, പ്രൈമറി വാസ്കുലർ ടിഷ്യൂസ്, അതായത് സൈലം, ഫ്ലോയം എന്നിവയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് എപ്പിക്കൽ മെരിസ്റ്റം പ്ലാന്റിൻ്റെ, അതായത് റൂട്ടിൻ്റെയും ഷൂട്ടിൻ്റെയും ടിപ്പിൽ കാണുന്നു. അത് പ്ലാന്റിൻ്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ഇൻ്റർകാലറി മെരിസ്റ്റം. ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? മെച്യൂർ ടിഷ്യൂസിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഇൻ്റർനോഡൽ റീജിയൻസിൽ അല്ലെങ്കിൽ ലീഫ് ബേസിലാണ് ഇൻ്റർകാലറി മെരിസ്റ്റം കാണുന്നത്. അതായത് ഇൻ്റർനോഡ്സിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ലീഫ് ബേസിൽ 2 നോഡ്സിനിടയിലുള്ള റീജിയനാണ് ഇൻ്റർനോഡ്സ് എന്നറിയപ്പെടുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുക? ഇൻ്റർനോഡൽ ഗ്രോത്തിന്, അതായത് പ്ലാന്റ്സിൻ്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാൻ തന്നെയാണ് ഇൻ്റർകാലറി മെരിസ്റ്റവും ഹെൽപ്പ് ചെയ്യുക. പക്ഷേ ഇത് മെയിനായിട്ട് കാണുന്നത് മോണോകോട്സിലാണ്. നിങ്ങൾ കോക്കനട്ട് അല്ലെങ്കിൽ ഗ്രാസ് ഇതൊക്കെ കണ്ടിട്ടില്ലേ? അതിൽ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഒരുപാട് ഗ്രിത്ത് ഉണ്ടാവില്ല, അതിലൊരുപാട് വണ്ണമൊന്നും വയ്ക്കില്ല, പക്ഷേ അതിൻ്റെ ഹൈറ്റ് വളരെ കൂടുതലായിരിക്കും. ഇതിന് കാരണം എന്താണ്? ഈ ഇൻ്റർകാലറി മെരിസ്റ്റമാണ്. അത് മോണോകോട്ടിലാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഗ്രാസിൻ്റെ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് വളരും, അല്ലേ? അതിനുള്ള റീസൺ എന്ന് പറയുന്നതും എന്തുതന്നെയാണ്? ഈ ഇൻ്റർകാലറി മെരിസ്റ്റമാണ്. ഇൻ്റർകാലറി മെരിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ എന്താണ്? ഇത് ഇലോങ്ങേഷൻ ഓഫ് ഇൻ്റർനോഡ്സിൻ്റെ ഇലോങ്ങേഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ റീജനറേഷൻ ആഫ്റ്റർ ഗ്രേസിങ് ആൻഡ് കട്ടിങ്. നമ്മൾ കട്ട് ചെയ്യുകയോ ഗ്രേസ് ചെയ്യുകയോ ചെയ്താൽ പോലും അത് വീണ്ടും റീജനറേറ്റ് ചെയ്ത് പഴയ രൂപത്തിൽ വളർന്നോളും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത മെരിസ്റ്റമാണ് ലാറ്ററൽ മെരിസ്റ്റം. ലാറ്ററൽ മെരിസ്റ്റം സ്റ്റെമ്മിൻ്റെ 2 സൈഡിലായിട്ടാണ് കാണുന്നത്. പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ലാറ്ററൽ മെരിസ്റ്റം സ്റ്റെമ്മിൻ്റെ 2 സൈഡിൽ പാരലലായിട്ടാണ് കാണുന്നത്. ലാറ്ററൽ മെരിസ്റ്റം സ്റ്റെമ്മിൻ്റെ സെക്കൻഡറി ഗ്രോത്തിന്, നമ്മൾ പറഞ്ഞു പ്ലാന്റ്സിനകത്ത് സെക്കൻഡറി ഗ്രോത്ത് കാണിക്കുന്നത് മെയിനായിട്ട്
ഡൈക്കോട്സ് ആണല്ലോ. അപ്പോൾ ഇവരിൽ സെക്കൻഡറി ഗ്രോത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റെമ്മിൻ്റെ ഗ്രിത്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ, തിക്നെസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലാറ്ററൽ മെരിസ്റ്റത്തിന് എക്സാമ്പിളാണ് വാസ്കുലാർ കാമ്പിയവും കോർക്ക് കാമ്പിയവും. വാസ്കുലാർ കാമ്പിയത്തിൽ നിന്നാണ് എന്തെല്ലാം ഉണ്ടാകുന്നത്, സെക്കൻഡറി സൈലും സെക്കൻഡറി ഫ്ലോയും. എപ്പിക്കൽ മെരിസ്റ്റം ആണെങ്കിൽ പ്രൈമറി ആയിട്ടുള്ള വാസ്കുലാർ ടിഷ്യൂസേ ഉണ്ടാക്കുള്ളൂ, അതായത് പ്രൈമറി സൈലും പ്രൈമറി ഫ്ലോയും. ഇവിടെ ലാറ്ററൽ മെരിസ്റ്റം ഗ്രിത്ത് ഇൻക്രീസ് ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ വാസ്കുലാർ കാമ്പിയം ഉണ്ടാക്കുന്നുണ്ട്, വിച്ച് പ്രൊഡ്യൂസ് സെക്കൻഡറി സൈലം ആൻഡ് സെക്കൻഡറി ഫ്ലോയം. അടുത്തതാണ് കോർക്ക് കാമ്പിയം. അത് ഫെല്ലോജൻ എന്നാണ് അറിയപ്പെടുന്നത്, വിച്ച് ഫോം പെരിഡേം ഫോർമേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് കോർക്ക് കാമ്പിയമാണ്. മെരിസ്റ്റം അതിൻ്റെ പൊസിഷൻ അനുസരിച്ച് എങ്ങനെയെല്ലാം ക്ലാസിഫൈ ചെയ്യാം, എപ്പിക്കൽ മെരിസ്റ്റം, ഇൻ്റർകാലറി മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ബയോസ്കോപ്പ് 20s എന്ന ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.